ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ഗെയിമേഴ്സ്. അപ്പോൾ കഴിച്ച് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഇതിലാണെങ്കിൽ നമ്മൾ ബെല്ലാസ് ഗ്യാങ്ങിൻ്റെ ഇന്ന് കാറൊക്കെ എടുത്ത് ഇവരുടെ കൊണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ട്രിപ്പ് പോവുകയാണ് ഗൈസൊക്കെ. നമ്മൾ 4 പേരാണ് പോകുന്നത്. ഓക്കെ, നമ്മളോട് ഇത്തവണ റൈഡനുണ്ട് ഗൈസൊക്കെ, അവനും കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ CJയുടെ കാറാണ്. CJയുടെ കാർ ഇതാണ്ട് ഈ ഒരു BMW ആണ് CJയുടെ കാറ്. ഏതെങ്കിലും 4 പേരുടെ ആ BMW പോകാനാണ്. നമ്മൾ മൗണ്ട് ചില്ലാടിലോട്ടൊക്കെയാണ് പോകുന്നത് ട്രിപ്പ്. അവന്മാർ കയറുന്നുണ്ട്. കാര്യം നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മളെ പിന്നാണെങ്കിൽ ഇന്നലെ അത് ഞാൻ ഇവരോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇവന്മാർ പറഞ്ഞായിരുന്നു നമ്മളൊരു ട്രിപ്പ് പോകണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരനെ കൂടെ കൊണ്ടുപോയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കുഴപ്പമില്ല, നീ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ റൈഡറിനെയും കൂടെ വിളിച്ചത് ഗൈസ്. ഓക്കെ, നമുക്കതിൽ ഇനിയിപ്പം അങ്ങോട്ട് പോകണം ഗൈസൊക്കെ. നമ്മൾ ഒരു ദിവസത്തെ ഒരു ട്രിപ്പാണ് ഗൈസൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇതൊക്കെ താമസിക്കുകയൊക്കെ വേണം. ഓക്കെ, ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമുക്കിതിൽ പോകാം ഗൈസ്. വണ്ടി ഇപ്പോൾ ഇടിച്ചാണ് ഗൈസ്. ഇവിടെ ഫുള്ള് വരുന്നവന്മാരൊക്കെ നല്ല സ്പീഡിലാണ് ഗൈസ് പോകുന്നത്. ഓക്കെ, സൂക്ഷിച്ചോടിച്ചില്ല എപ്പോൾ വേണമെന്ന് വണ്ടി ഇടിക്കും ഗൈസ്. ഓക്കെ, അതെല്ലാം അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് മൗണ്ട് ചില്ലാടിലോട്ട് എത്തണം. നമുക്കതിൽ ഇതുവരെ അങ്ങ് കയറി പോകാം ഗൈസ്, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്. വണ്ടിയൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് ക്രോസ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി മൗണ്ട് ചില്ലാടിലോട്ട് പോകുന്ന വഴി പോകണം ഗൈസ്. നിങ്ങൾക്ക് ഈ GTA San Andreasന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ്. ഇതാണ് ലംബോർഗിനിയൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല, ലൈക്ക് അടിക്കുക ഗൈസ്. അതുപോലെ സബ്സ്ക്രൈബ് മറക്കല്ലേ, പിടിച്ച് പൊട്ടിച്ചോ. നമുക്ക് അങ്ങോട്ട് പോകണം ഗൈസ്. ഇവിടെ ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിത്തിരിക്കൊണ്ട് വേണം ഗൈസ് പോകാനില്ല. ഫുള്ള് താമസിക്കും ഗൈസ് നമ്മളവിടെ ചെല്ലാൻ. ലോഡൊന്നും ആയിട്ടുണ്ടെന്നു മാപ്പ് എന്താ ലോഡാട്ടോ. ഓക്കെ, നമുക്കായാലും അങ്ങോട്ട് പോകാം ഗൈസ്, മൗണ്ട് ചില്ലാടിലോട്ട്. നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓ ഗൈസ്, ഫസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് ഇടിച്ച് ഗൈസ്. പക്ഷെ നമ്മുടെ വണ്ടിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസത്തെ ട്രിപ്പാണ് ഗൈസൊക്കെ. നമ്മൾ എന്നിട്ട് മല കയറുന്നതെന്ന് വെച്ചാൽ നടന്നാണ് ഗൈസ് കയറുന്നത്. നമുക്കവിടെ ഗസ്റ്റ് ഹൗസൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോകാം ഗൈസ്. നമുക്ക് മൗണ്ട് ചില്ലാടി അവിടെ പോലീസൊക്കെ ഓപ്പോസിറ്റ് കയറി നിൽക്കുന്നു. അല്ല, ഓപ്പോസിറ്റ് ഇല്ല, അവരുടെ വണ്ടി അങ്ങനെ. ഗൈസ്, നമുക്ക് ഒരു സ്റ്റാർ വന്നിട്ടുണ്ട് ഗൈസ്. അത് വെടിവെച്ച് വഷളാക്കുമെന്ന് തോന്നുന്നു ഗൈസ്. അത് ലംബോർഗിനിയൊക്കെ പോകുന്നുണ്ട്. സ്റ്റാറൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് മൗണ്ട് ചില്ലാടിലോട്ടൊന്ന് പോകണം. അത് ഈ വഴിയൊക്കെയാണ് പോകുന്നത്. ഓ ഗൈസ്, പിന്നെ ഇടിച്ച് ഗൈസ് വണ്ടി, പിന്നെ ഇടിച്ച് ഗൈസ്. നമ്മുടെ വണ്ടിക്കൊന്നും പറ്റത്തില്ല ഗൈസ്. നമ്മൾ അങ്ങനത്തെ രീതിക്കാണ് പണിതിറക്കിയിരിക്കുന്ന വണ്ടി. ഒത്തിരി ഇടിച്ചാലേ ഉള്ളൂ എല്ലാം പറ്റുള്ളൂ. അതായത് നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്, മൗണ്ട് ചില്ലാടിലോട്ട്. പിന്നെ ഇടിച്ച് ഗൈസ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത GTA San Andreasന്റെ ലിങ്ക് തരാം. അതിൻ്റെ അകത്ത് APK ഉണ്ട്, ഡാറ്റയും ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഗ്രാഫിക്സിൻ്റെ ഇതും ഉണ്ട് ഗൈസ്, ടെസ്റ്റർ മോഡ് GTA 5ൻ്റെ ഒക്കെ രീതിക്കുള്ളതുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം ഗൈസ്. അമ്മമാർ ഭയങ്കര സ്ലോ ആണ് ഈ ട്രാക്ടറൊക്കെ വെച്ചുകൊണ്ട്. ഈ നമ്മുടെ നമ്മുടെ ഗ്രോസ് TT ഗ്യാങ്ങിലത്തെ അമ്മമാരൊക്കെ എങ്ങനെ കയറുമെന്നാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. നടന്നാണ് നമ്മൾ കയറുന്നത്. മറ്റേ അതിൻ്റെ അത് ആ തടീനെങ്ങനെ കയറുമെന്നൊന്നും അറിയത്തില്ല ഗൈസ്. അങ്ങനെയൊക്കെ അവൻ കത്തിച്ച് കയറാം. കണ്ടേ, നമ്മുടെ പോലത്തെ ഒരു BMW പോകുന്നു. നമ്മളായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഉള്ളു. ഏതായാലും അവിടെ എത്തിയിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം.
നമ്മളാണ് നല്ല സ്പീഡിലൊക്കെയാണ് പോകുന്നത്. അമ്മമാരൊക്കെ ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ടാണ് ബൈക്കൊക്കെ താഴോട്ട് ആരും ഇടുന്നത്. ഇതുവഴിയാണ് പോകുന്നത്. ഇതാണ്ട് നമ്മളെ പോലത്തെ വേറൊരു BMW. നമ്മളാണെങ്കിൽ പെട്രോളൊക്കെ അടിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കി ഇവിടുത്തെ പെട്രോൾ പമ്പിൽ കയറേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ അങ്ങോട്ട് പോകാം ഗൈസ്. ഈ വഴിയാണ് പോകുന്നത്. ഈ വഴി കൂടാണ് പോകേണ്ടത്. റോൾസ് റോയ്സ് ഫ്രണ്ടിൽ കയറ്റി നമ്മുടെ വണ്ടി ഭാഗത്ത് ഇടിപ്പിക്കാതിരിക്കുക, സൈഡിലോട്ട് ഇടിപ്പിച്ച്. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്കിനി ഈ വഴിയാണ് പോകേണ്ടത്. ഈ വഴി താഴോട്ടാണ്. അതുകൊണ്ട് 2 റോൾസ് റോയ്സ് ഒരേ കളറുള്ള. നമ്മൾ വേണ്ട ഏകദേശം മൗണ്ട് ചില്ലാട് എത്തിയിട്ടുണ്ട്. ഇവൻ വാതിലടക്കുന്നില്ല. വാതിലടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് എല്ലാത്തിനും കൊണ്ട് ഇറങ്ങിയത്. ഓക്കെ, നമുക്ക് അതിൽ മൗണ്ട് ചില്ലാടി കയറാം ഗൈസ്. ഓക്കെ, നമുക്ക് ടിക്കറ്റ് എടുക്കണം ഗൈസ്. ഒക്കെ മൗണ്ട് ചില്ലാടിൽ ഇപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. നമുക്ക് അങ്ങോട്ട് കയറ്റി ടിക്കറ്റ് എടുക്കണം ഗൈസ്. ഓക്കെ, ഞാൻ ടിക്കറ്റ് എടുക്കാം ഗൈസ്. ഒക്കെ ഇവിടെ നിർത്താം ഗൈസ്. ഒക്കെ നമുക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഗൈസ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഒക്കെ ഇനി നമുക്ക് ഏതായാലും മരം കൊണ്ട് പോകണം ഗൈസ്. നമുക്ക് ഗസ്റ്റ് ഹൗസിൻ്റെ ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഏതായാലും നമുക്ക് മരം കയറാത്ത. ഓക്കെ, നമുക്കിനി ഇവിടെ നിന്ന് പോകണം ഗൈസ്. ഒക്കെ ആ ഗസ്റ്റ് ഹൗസിലോട്ട് പോകണം നമ്മുടെ. നമ്മളേതായാലും പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസൊക്കെ. ഈ വഴിയൊക്കെയാണ്. ഒത്തിരി സ്പീഡിലൊന്നും പോകണ്ട, അതാണ് നല്ലത് ഗൈസൊക്കെ. ഒത്തിരി സ്പീഡിൽ പോയാൽ താഴോട്ട് വീഴും. നമ്മുടെ ബീൻഡിലേക്ക് കയറുന്നുണ്ട്. ഏതായാലും നമുക്കായാലും പോകാം ഗൈസ്. ഓ ഗൈസ്, ഇതുവഴി അങ്ങോട്ട് വളച്ചെടുക്കണത്. ഇതുവഴി നല്ല രസമൊക്കെയാണ് ഗൈസ്. ഇമാരൊക്കെ അടിച്ചു പൊളിച്ചിരിക്കുവാണ് ഗൈസ്. ഇവിടുന്നൊക്കെ താഴെ പോയാൽ പിന്നെയും കയറി വരണം. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നമുക്ക് ഇതുവഴിയാണ് ഗസ്റ്റ് ഹൗസിലോട്ട് പോകുന്നത്. നമ്മൾ ഈ വഴിയൊക്കെ വളഞ്ഞൊക്കെ പോകാം ഗൈസ്. അവിടെ ചെന്നേക്കാം ഗൈസ്. ഈ വഴി വളയണം. ഇത് ഒറ്റ വഴി ആയതുകൊണ്ട് പിന്നെ കുറേ ഇതൊന്നും ഇല്ല ഗൈസ്. ഒറ്റ വഴിയെന്നല്ല, ഇതുവഴി ഗസ്റ്റ് ഹൗസിലോട്ട് ഇതുവഴിയാണ് പോകുന്നത്. നേരെ അങ്ങ് പോയാൽ മതി. ഗൈസ്, ഇതാണ് ഗസ്റ്റ് ഹൗസ് ഗൈസ് നമ്മുടെ. നമുക്ക് ഏതായാലും ഇവിടെ ഇനി വണ്ടി നിർത്താം ഗൈസ്. നമ്മുടെ BMW ഏതായാലും ഇതിൻ്റെ അകത്തോട്ട് അങ്ങനെ ഇട്ടാക്കാം. മരം കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ പോകാം ഗൈസ്. ഏകദേശം ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കായാലും ഗസ്റ്റ് ഹൗസിൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. ഒക്കെ ഓക്കെ, മരം വരുന്നുണ്ടെന്ന് തോന്നുന്നു. വരുന്നുണ്ടോ? ഉണ്ട് ഗൈസ്. ഉണ്ടാ വലിഞ്ഞൊക്കെ കയറുന്നു. അതുവഴിയൊക്കെ വലിഞ്ഞൊക്കെ കയറുവാണ്. മരുന്നാ വരാത്ത. ഇതാണ് നമ്മൾ ഇന്നിവിടാണ് ഗൈസൊക്കെ നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഇവിടാണ് കിടക്കുന്നത്. അപ്പം ബെഡൊന്നും ഇല്ല. നമ്മൾ ഇവിടെ തറയിലൊക്കെ കിടക്കണം. നമ്മൾ ഒരു ദിവസത്തേക്ക് പറഞ്ഞുകൊണ്ട് ബെഡൊന്നും വെച്ചിട്ടില്ല. അതിൽ നമുക്ക് ഇവിടെ താഴെ തന്നെ കിടക്കണം. നമുക്ക് അതിവിടോട്ടൊക്കെ പോകാം ഗൈസൊക്കെ. ഇവിടെയൊക്കെ നല്ല വലിയ മരമൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ ബൈക്കൊക്കെ ഉണ്ട് ഗൈസൊക്കെ. നമുക്ക് അതിൽ ഓടിച്ച് നോക്കാം. മറ്റവൻ എന്ത് ചെയ്യേ? നമ്മുടെ വീട്ടിലുള്ള മറ്റവനെ കാണുക. അതാണ് നിൽക്കുന്നത്. ഇതുവഴിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പക്ഷേ അവിടെ താഴോട്ടാണ്. ഒത്തിരി സ്പീഡിൽ പോയാൽ പിന്നെ താഴോട്ട് നമുക്ക് വീഴത്തുള്ളൂ ഗൈസ്. അവിടെയൊക്കെ നിന്ന് നമുക്ക് കാണണം ഗൈസ്. ഉണ്ടോ?
നമുക്കിവിടെ നിന്ന് റോഡ് ഫുള്ള് കാണാം. ഓക്കെ, അങ്ങേറ്റത്തോട്ട് പോകാൻ പേടിയാണ്. ഓക്കെ, മരം കൊണ്ടൊന്നും പോകണ്ട ഗൈസ്. ഓക്കെ, മരമൊക്കെ എടുത്ത് ചാടും ഗൈസ്. ഇവിടെ വലിയ മരമൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അതിൽ നമുക്ക് ഇന്ന് രാത്രി കിടക്കാൻ ബെഡില്ലെന്നേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നമുക്ക് താറേ കിടക്കേണ്ട വരും. അതായത് നമുക്ക് ഇത് അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കാം ഗൈസ്. അവിടെ തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവെക്കാം ഗൈസ്. ഏകദേശം ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കാം. ഓക്കെ, തടിയനെ കൊണ്ട് എങ്ങനെ മല കയറുമെന്നാണ് ഗൈസ് ഓർക്കുന്നത്. അതുകൊണ്ട് ഗൈസ് ഇവിടെ നിന്ന് നേരെ താഴെ ഒരു വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. താണ്ട് പോകുന്നു. കേടാ ആയിക്കോട്ടെ, നീങ്ങി നിൽക്കണം. ഇല്ല, താഴോട്ട് ഇടിനിയൊക്കെ പോയോ? ഇല്ല. മാർക്ക് ഇത് തന്നെ കയറാൻ വലിയ പാടാണ് ഗൈസ്. തടിയനൊക്കെ വരുന്നുണ്ട് പതിയെ. താഴെ പോലടാ. ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ നിന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, താഴെ വഴിയൊക്കെ വണ്ടിയൊക്കെ പോകുന്നതാണ്. ഇവിടെ ഒത്തിരി അങ്ങോട്ട് പോകണ്ട, നീ താഴെ വീഴും. വാ, ഏതായാലും പോയേക്കാം. താഴെ വേണോ? ഇല്ല. ഓക്കെ, നമുക്ക് ഏതായാലും അവിടെ ചെന്ന് കിടക്കാം ഗൈസ്. ഓക്കെ, ഏകദേശം ഒരു ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നാളെയാണ് നമ്മൾ ഇനിയും പോകുന്നത് ഗൈസ്. ഓക്കെ, ഇന്ന് നമ്മളിവിടെ ഒന്ന് സ്റ്റാമ്പ് അടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. സ്റ്റാമ്പ് അടിച്ചിട്ടാണ് പോകുന്നത്. ഏതായാലും ഓക്കെ, ഇതിൻ്റെ അകത്ത് വെട്ടം വന്നല്ലേ ഗൈസ്. ഇച്ചിരി മുമ്പേ വെട്ടം ഇല്ലായിരുന്നു. അതിൽ നമുക്കിവിടെ കിടന്നുറങ്ങണം ഗൈസ്. ഓക്കെ, രാത്രി ആകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. അങ്ങനെ രാത്രിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നാണ്ട കിടന്നുറങ്ങുവാണ്. ഇവന്മാർ ഇതുവരെയായിട്ട് കിടന്നുറങ്ങുന്നില്ല. നാളെ നമുക്ക് അവിടെ പോകേണ്ടതാണ്. രാത്രി നമ്മൾ കിടന്നുറങ്ങും. ഇവന്മാർ ഇവിടെ ഏതാണ്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. രാത്രിയായിട്ടുണ്ട് ഈസൊക്കെ. ഇവന്മാർ കിടന്നുറങ്ങുന്നില്ല. ജനലിൽ നോക്കി അറിയാം. നമ്മളായാലും താഴെ കിടക്കുവാണ് ഈസൊക്കെ. പിന്നെ രാവിലെ കാണാം ഗൈസൊക്കെ. അപ്പോൾ രാവിലെ ഇട്ട് കാണാം ഗൈസൊക്കെ. ഓ ഗൈസ്, അങ്ങനെ രാവിലെയൊക്കെ ആയിട്ടുണ്ട്. അതായത് നമുക്കിനി ഇവിടെ നിന്ന് പോകണം ഗൈസ്. ഓക്കെ, നമുക്കിനിയും പോകണം. ഇവന്മാരൊന്നും ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അതിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നടന്നാണ് ഗൈസൊക്കെ പോകുന്നത് മണ്ടയിലോട്ട്. മരം കൊണ്ട് എങ്ങനെ പോകുന്നൊന്നും അറിയത്തില്ല ഗൈസൊക്കെ. നമ്മുടെ വണ്ടി ഏതായാലും അവിടെയൊക്കെ കിടക്കട്ടെ ഗൈസൊക്കെ. അവിടെ BMW അവിടെ കിടക്കും. ഓക്കെ, നമുക്ക് ഏതായാലും വണ്ടിയൊക്കെ നടന്ന് വേണം ഗൈസ് പോകാൻ. ഓക്കെ, അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് എടുക്കാം ഗൈസൊക്കെ. നമുക്ക് ആ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം ഗൈസൊക്കെ. എന്ത് ചെയ്യും മറ്റവന്മാരൊക്കെ എന്ത് ചെയ്യും ഗൈസ് ആണ് കഴിക്കുന്നത്. ഓക്കെ, ഇവന്മാരെ കൊണ്ട് ഇനി എങ്ങനെ പോകുന്നതാണ് അറിയാത്തതാണ്ട് ഒന്ന് ഗൈസൊക്കെ. നമ്മൾ ഇവന്മാരെ കൊണ്ട് നടന്ന് മല കയറാനാണ് ഗൈസ് പോകുന്നത്. ഓക്കെ, ഇവന്മാരെന്നെങ്ങാനും വരുമോ? ഓക്കെ, നമുക്ക് നടന്ന് മല കയറണം. ഇവന്മാർ വരുന്നുണ്ടോ? ഓ, എന്ത് സ്ലോ ആണ് ഗൈസ്. ഓക്കെ, നമുക്ക് നടന്നങ്ങോട്ട് പോയേക്കും ഗൈസ്. ഓക്കെ, ഈ വഴി അങ്ങോട്ട് കയറാം. നല്ല ഒക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഓടി വേണം പോകാൻ. ഇവന്മാരിപ്പം തന്നെ പതിയൊക്കെയാണ് ഓടി വരുന്നത് ഗൈസ്. ഓക്കെ, നമുക്ക് അതിൽ മണ്ടയിലോട്ട് കയറാം. നമുക്ക് അങ്ങ് കയറി പോകണം ഗൈസ്. അല്ലടക്ക മണ്ടക്ക് കയറാം. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ഇതുവഴിയൊക്കെ കയറിപ്പോവാം ഗൈസ്. ഓക്കെ, ഇടവഴിയൊക്കെ കയറിപ്പോവാം. അമ്മ വരുന്നുണ്ടോ ഗൈസ്? അമ്മ വരുന്നുണ്ടോ? ഓ, പതിയാണ് കയറി വരുന്നത്. റൈഡറിനാണ് ഗൈസ് ഏറ്റവും താമസം ഗൈസ്. ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അപ്പോഴത്തേക്കിനെ അണച്ച് ഗൈസാണൊക്കെ. ഓക്കെ, നമുക്ക് ഈ മല കയറാം ഗൈസ്. നമ്മൾ ഇവിടുത്തെ റോഡിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത് റോഡാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഉള്ള റോഡ് മണ്ടക്കേതാണുണ്ട്. ആ ഉണ്ട്, ഇതാണ്. അപ്പം രണ്ടാമത്തെ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. മറ്റവന്മാരൊക്കെ എന്ത് ചെയ്യും? വരുന്നില്ല. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, പതിയെ വരുന്നതാണ് ഗൈസ്. ഓക്കെ, ഇപ്പോഴും അപ്പം നമ്മളെപ്പോൾ മല കയറും ഗൈസ്. ഓക്കെ, നമുക്ക് ഇതുവഴി അങ്ങോട്ട് കയറാം. അമ്മമാർ വരുന്നുണ്ടോ? ഓക്കെ, അമ്മമാരെ വിളിച്ചുകൊണ്ട് പതിയെ വേണം പോകാൻ. ഇമ്മമാരൊന്നും വരത്തില്ല, അതാണ് പ്രശ്നം ഗൈസ്. ഓക്കെ, മറ്റവനവിടെ ഉണ്ടല്ലോ, ഒന്നും കാണത്ത് പോലും ഇല്ല. ഓക്കെ, നമുക്ക് മണ്ടക്കോട്ട് കയറാം ഗൈസ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് വിധത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. സെക്കൻഡത്തെ വഴിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് സെക്കൻഡത്തെ വഴി. ഓക്കെ, അമ്മമാരൊക്കെ ഭയങ്കര റൈഡറും ഭയങ്കര താമസമാണ് ഗൈസ്. ഓക്കെ, ഇപ്പോഴൊന്നും വരത്തില്ല. ഓക്കെ, നമുക്കിനിയും ഇവിടെ കയറാം ഗൈസ്. ഓക്കെ, ഇങ്ങോട്ട് ഓടിക്കയറാം.
അമ്മമാർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അതാണ് ഭയങ്കര ഇത്. അവിടെ വളഞ്ഞൊക്കെയാണ് കയറി വരുന്നത്. നമുക്കായാലും കയറി പോകാം ഗൈസ്. ഓക്കെ, അമ്മമാരൊന്നും മൈൻഡ് ആക്കണം നമുക്ക്. ഓക്കെ, നമ്മൾ അടുത്ത വിധത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അടുത്ത ഒരു വഴിയിലോട്ട് എത്തിയിട്ടുണ്ട്. അമ്മമാരെന്ത് ചെയ്യും? അയ്യോ ഗൈസ്, അങ്ങ് താഴെയാണ് അമ്മമാർ കയറി വരുന്നത് നോക്കിയിരിക്കണം ഗൈസ്. ഓക്കെ, മറ്റവൻ ഭയങ്കര താമസമാണ് ഗൈസ്. തടിയനാണ്. ഞാൻ ഓർത്ത് തടിയനാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്, പക്ഷെ തടിയനാണ് ഗൈസ് ഏറ്റവും ഫസ്റ്റ് വരുന്നത്. നമുക്കിനി ഈ വഴി അങ്ങോട്ട് കയറാൻ വല്ലതും പറ്റുമോ നോക്കാം ഗൈസ്. ഓക്കെ, മരങ്ങാനും താഴ്ത്തി വീഴുമോ? ഈ വഴി കയറാം നമുക്ക്. ഓക്കെ, നമ്മൾ അടുത്ത വഴിയിലോട്ട് എത്തിയിട്ടുണ്ട്. എമ്മാരെന്തിയാ കയറും ഇമ്മാരത്? തടിയനെന്ത് ചെയ്യും? തടിയനെ കാണുന്നില്ലല്ലോ ഗൈസ്. മറ്റവനെന്ത് ചെയ്യും? താഴ്ട്ടെല്ലാം പോയോ? എന്ത് ചെയ്യും അവൻ? അവനെ കാണുന്നില്ലേ തടിയനെ? ഗ്യാങ്ങിൻ്റെ ഇതാണ്, മുതലാളിയാണ് അവൻ. ഗ്യാങ്ങിൻ്റെതാ. ഓക്കെ, ബോസാണ്. ഏതായാലും അവനെ കാണുന്നില്ലേ? അവൻ എവിടെ പോയി ഗൈസ്? അവനെ കാണുന്നില്ല. അവൻ എന്ത് ചെയ്യും? ദൂരങ്ങളും താഴ്ത്തും എല്ലാം പോയോ? അവനെ കാണുന്നില്ല ഗൈസ്. അവനെന്നാലും എവിടെ പോയി ഗൈസ്? കാണുന്നില്ല. അവനെങ്ങനെ ഇതുവഴി എങ്ങനെ മണ്ടക്കോട്ട് കയറിയോ? അതോ ഈ താഴോഴും എല്ലാം വരുവാണോ? ഗൈസ്, നമ്മളവനെയൊക്കെ തപ്പിപ്പിടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതുവഴി ഏതാണ്ടൊക്കെ പോവുമായിരുന്നു. നമ്മളെ കാണാതെ മണ്ടക്കോട്ട് കയറി പോവായിരുന്നു ഗൈസ്. ഓക്കെ, അതായത് നമുക്ക് ഇപ്പോൾ ഈ വഴി തന്നെ കയറി പോകുന്നതാണ് നല്ലത്. ഇല്ലന്മാരൊന്നും വരത്തില്ല ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യും, ഈ കാട്ടിൻ്റെ അകത്തോടെ അങ്ങോട്ട് കയറാം ഗൈസ്. ഓക്കെ, അമ്മ വരുമോ? ഓക്കെ, നമ്മളപ്പുറത്തെ റോഡിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, 3 പേര് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മല കയറാൻ കിടക്കുന്ന ഗൈസ്. അങ്ങോട്ടൊക്കെ ഒത്തിരി കയറാം. ഏതായാലും ഇത്തിരി നടന്നങ്ങോട്ട് കയറാം. ഓക്കെ, നമുക്ക് ഓടി കയറാൻ പറ്റും. ഇമ്മാര് വരത്തില്ല ഗൈസ്. ഓക്കെ, ഉണ്ടോ പതിയാണ് വരുന്നത്. ഓക്കെ, റൈഡറിനൊക്കെ ഭയങ്കര താമസമാണ് ഗൈസ്. ഒക്കെ കയറി വരാം. നമുക്കതിൽ നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. അമ്മമാർ കയറത്തില്ല. ഓക്കെ, നമ്മൾ ഈ വഴിയിലെത്തിയിട്ടുണ്ട്. ഇനി അമ്മമാരെ കണ്ടുപിടിക്കണം. ഓക്കെ, റൈഡർ വന്ന് തടിയനെന്ത് ചെയ്യും? ഇതൊഴുവാ. പതി ഇഴഞ്ഞ് വരുവാണ് ഗൈസ്. ഒക്കെ ഒച്ച പോലാണ് അവൻ. അതിൽ നമുക്ക് ഇതിൻ്റെ മണ്ടക്കോട്ട് കയറാം ഗൈസ്. അവര് വരുന്നുണ്ടോ? ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, ഇതൊരു പോവാം മണ്ടക്കോട്ട്. അമ്മാരെന്തിയോ തടിയനെന്തിയോ ഉണ്ടല്ലോ. ഓക്കെ, നമുക്കിത് കയറാം ഗൈസ്. നമ്മൾ കയറി ഇനി ഇമ്മാര് വരത്തില്ല ഗൈസ്. ഒക്കെ പതിയാണ് വരുന്നത്. റൈഡറിനൊക്കെ ഭയങ്കര സ്ലോ ആണ് ഗൈസ്. ഓക്കെ, പതിയെ ഇഴഞ്ഞ് കയറി വരുവാണ് ഗൈസ്. ഓക്കെ, അതായത് നമുക്ക് കയറാം ഗൈസ്. നമ്മൾ നല്ല സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. അമ്മമാർ വരുന്നില്ല. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അവർ വരട്ടെ ഗൈസ്. മറ്റവൻ ഭയങ്കര പുറകിലാണ് ഗൈസ്. ഓക്കെ, കയറി വരുന്നില്ലല്ലോ. ഓക്കെ, അമ്മരെത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മൾ ഏകദേശം മൗണ്ട് ചില്ലാട്ടിൻ്റെ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. യെസ്, നമ്മൾ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ മൗണ്ട് ചില്ലാടിൻ്റെ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് മണ്ട ഗൈസ്, മണ്ടഭാഗം. പിന്നെ ഇതാവാൻ കല്ലിൻ്റെ പുറത്തൂടെ കയറി നടക്കും എൻ്റെ പുറകെ തന്നെ. ഓക്കെ, നമുക്ക് ഈ താഴോട്ടിറങ്ങുക ഗൈസ്. ഓക്കെ, ഇവിടെയൊക്കെ മരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആണ്ട് അവിടെ 6 രൂപയൊക്കെ ബാഗൊക്കെ കാണാതെ പോയി കിടപ്പുണ്ട് ഗൈസ്. ഓക്കെ, ഇതിൽ നമുക്ക് ആ ബാഗ് എടുത്തിട്ടേക്കാം ഗൈസ്. ഓക്കെ, നമുക്കിടാം. ഓക്കെ, ഇവിടെ 6 രൂപയൊക്കെ ഏതാണ്ടൊക്കെ പോയി കിടപ്പുണ്ട് ഗൈസ്. ഇനി ഇമ്മാരെ കൊണ്ട് തിരിച്ചു പോകുന്നത് ഭയങ്കര പാടാണ് ഗൈസ്. മരം കൊണ്ട് ഇനി എങ്ങനെ തിരിച്ചു പോകുമെന്നാണ് ഞാൻ ഓർക്കുന്നത് ഗൈസ്. ഓക്കെ, ഇമ്മാരിനി ഇറക്കമൊന്നും ഇറങ്ങത്തില്ല. നമുക്ക് ഏതെങ്കിലും ഇവിടെ കിട്ടിയാൽ മാത്രമേ രക്ഷയുള്ളൂ ഗൈസ്. ഓക്കെ, അത് 4 പേർക്ക് കയറാവുന്ന വണ്ടി വേണം. നമുക്ക് അതിൽ അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇനിയും വണ്ടി കണ്ടുപിടിക്കണം ഗൈസ്. നമുക്കായാലും ഒരു ഇത് ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒരു 5 മണിയൊക്കെ പോലായിട്ടുണ്ട്.
അതിൽ നിന്ന് നമുക്കിവിടെ ഇരുന്ന് ഇമാരെ കൊണ്ടുപോകണം ഗൈസ്. ഓക്കെ, ഇമാരെ കൊണ്ടുപോകാൻ നോക്കി അതിൽ വണ്ടിയൊക്കെ കണ്ടുപിടിക്കണം. ഇവിടെ കൂടി ഒരു സൈക്കിളേ ഉള്ളൂ. സൈക്കിളാണെങ്കിൽ ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ. ഇമാർക്ക് 3 പേർക്കും കയറാനൊന്നും പറ്റത്തില്ല. നമുക്കൊരാൾക്കേ കയറാൻ പറ്റത്തുള്ളൂ. സൈക്കിളിലാണ്. നമുക്കിതുവഴി വണ്ടിയൊക്കെ കണ്ടുപിടിക്കാം ഗൈസ്. ഓക്കെ, അതായത് വണ്ടി കണ്ടുപിടിച്ച് താഴോട്ട് പോകണം ഗൈസ്. നമ്മുടെ BMW കിടക്കുന്നിടത്തോട്ട് പോകണം. ഓക്കെ ഗൈസ്, ഇവിടെയൊക്കെ നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് ഗൈസ്. താഴോട്ട് നോക്കാം ഗൈസ്. ഇവിടെ നിന്നാൽ പിന്നെ താഴോട്ടൊന്നും പോകത്തില്ല. ഇതും മറ്റേ ബൈക്ക് കൊണ്ട് അങ്ങോട്ട് ചാടിക്കുന്ന സ്ഥലമാണ് ഗൈസ്. ഓക്കെ, ചാടില്ല സീജെ ഗൈസ്. നല്ല ഇതൊക്കെ ഉണ്ട്. താഴോട്ടൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താണ് മാറൊന്ന് അമ്മമാർ ഇത് മാറത്തില്ല, അവിടെ അങ്ങ് നിൽക്കുക. ഓക്കെ, നല്ല രസമുണ്ട് ഗൈസ്. ഓക്കെ, ഇതുവഴിയൊക്കെ കാണാൻ. ഓക്കെ, പക്ഷെ നമുക്കിനി തിരിച്ചു പോകണം ഗൈസ്. ഒക്കെ തിരിച്ചിറങ്ങി പോകാൻ നമുക്ക് വണ്ടിയില്ല. ഒക്കെ അതിൽ വണ്ടിയൊക്കെ വേണം, എന്നാലേ പറ്റത്തുള്ളൂ തിരിച്ചിറങ്ങി പോകാം ഗൈസ്. ഓക്കെ, മരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇവിടെ നമ്മളെ കുടുക്കിയിട്ടുണ്ട്, മാറുന്നില്ല. ഓക്കെ ഓക്കെ, നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ നമുക്കിവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങിയൊക്കെ നിൽക്കാം. ഓക്കെ, നമ്മളിവിടെ കുറച്ച് നേരമൊക്കെ കളിച്ച് ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അത് ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം ഏതായാലും ഇവിടെ നിന്മാരെ കൊണ്ട് പോകണമെങ്കിൽ ഒരു വണ്ടി വേണം ഗൈസ്. ഓക്കെ, നമുക്ക് ആ വണ്ടി വേണം. വണ്ടി ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കിനി വണ്ടി തപ്പി പിടിക്കണം ഗൈസ്. ഒക്കെ ഇല്ലേ ഇമാരെ കൊണ്ട് പോക്ക് നടക്കത്തില്ല ഗൈസ്. ഓക്കെ, ഇമാരെ കൊണ്ട് താട്ട് പോകണമെങ്കിൽ നല്ല ഇതായിരിക്കും ഗൈസ്. ഓക്കെ, അവിടെ കുറച്ച് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് ഇമാരെ കൊണ്ട് പോകാം ഗൈസ്. ഓക്കെ, അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പത്തി നമുക്ക് അവന്മാരെ എന്നാൽ താഴോട്ട് കൊണ്ടുപോകാം ഗൈസ്. ഓക്കെ, ഡോർ അൺലോക്കൊക്കെ ആക്കിയിട്ടാണുള്ളത്. ഓക്കെ, റൈഡൻ പുറകിൽ കയറിയിട്ടുണ്ട്, അവനും പുറകിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, മറ്റേ ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഭാഗ്യം ഗൈസ് ഒരു വണ്ടി ഇട്ടത്. നമുക്കിതുകൊണ്ട് താഴോട്ട് പോകണം ഗൈസ്. ചൂടുന്നൊക്കെ ബ്രേക്ക് കിട്ടാതെ പോയാൽ പിന്നെ തീർന്നു ഗൈസ്. താഴെ ചെന്നേ കിട്ടത്തുള്ളൂ. പിന്നെ അതിലും നമ്മളാണെങ്കിൽ 2 ദിവസമായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒന്നാമത്തെ ദിവസം നമ്മളവിടെ കിടന്നുറങ്ങി. പിന്നെ മല കയറിയിട്ട് തിരിച്ചിറങ്ങുന്നത് രാത്രിയിലൊക്കെയാണ് ഗൈസ്. 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഏത് വഴി പോകണം? നമുക്ക് ഈ വഴി പോകാം ഗൈസ്. ഓക്കെ, 2 ദിവസമാണ് നമ്മൾ. അപ്പം നമ്മൾ ഒരു ദിവസമാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ 2 ദിവസമായിട്ടുണ്ട്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വലിയതൊന്നുമില്ല. നമ്മുടെ ഒരു വണ്ടിയുടെ ലൈറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, മറ്റേതൂടെ ഉള്ളൂ. ഈ വണ്ടി കിട്ടിയ ഏതായാലും ഭാഗ്യമാണ് ഗൈസ്. ഓക്കെ, ഇല്ല ഇമ്മാരം കൊണ്ട് താഴോട്ടിറങ്ങാൻ ഭയങ്കര പാടാണ് ഗൈസ്. അല്ല, മുകളിലോട്ട് കയറുവാണോ? അല്ല, താഴോട്ട് പോവാണ്. ഇവിടെ നിന്നൊക്കെ താഴെ പോയാൽ പിന്നെ തീർന്നു ഗൈസ്. എന്തായാലും സൂക്ഷിച്ചൊക്കെ ഓടിക്കണം, ഇല്ല താഴോട്ട് പോവും. ഒക്കെ ഇമ്മാർക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗ്യാങ്ങിന് നല്ല ഹാപ്പിയാണ്. കാരണം അവർക്ക് ലംബോർഗിനി കാറും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ട്രിപ്പൊക്കെ പോയി ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ബാക്ക് ചെറുതായിട്ടൊന്ന് ചളുങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയല്ല, എന്നാലും നമ്മൾ പോകുന്ന വണ്ടിയുടെ ചളുങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഏത് വഴിയാണ് ഗൈസ്? ഓക്കെ, ഇവിടെ നിന്ന് താഴോട്ട് പോകണം. ബ്രേക്ക് ഇട്ടാൽ താഴെ അങ്ങ് പോകും ഗൈസ്. ഓക്കെ, ഈ വണ്ടി നല്ല വണ്ടിയായിട്ട് തോന്നുന്നു ഗൈസ്. ഓക്കെ, നല്ലൊരു വണ്ടിയൊക്കെ തന്നെയാണിത്. ഇതുകൊണ്ട് ബ്രേക്ക് ഇട്ടില്ല, ഇപ്പം താഴോട്ട് പോകും ഗൈസ്. ഓക്കെ, വഴിയല്ല പോകണ്ട. അതുവഴി തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മുടെ അത് കാണാമെന്ന് തോന്നുന്നു, ഗസ്റ്റ് ഹൗസ്. ഓക്കെ, അതുവഴിയാണ് നമ്മളെ ഗസ്റ്റ് ഹൗസിലോട്ട് പോകുന്ന വഴി ഗൈസ്. ഓക്കെ, ആണെന്ന് തോന്നുന്നു, നമുക്ക് കൃത്യം അറിയത്തില്ല. നമ്മൾ ട്രിപ്പൊക്കെ ആദ്യമായിട്ടാണ് ഇവിടോട്ട് വരുന്നത് ഗൈസ്. ഓക്കെ, നമ്മൾ ഇതുവഴി താഴോട്ട് പോവാണ്. നമ്മളെന്തിനാ കറക്റ്റ് അതിലേക്ക് വളച്ച് കുത്തി പോകണം. അപ്പം താഴെ പോയാണ് ഗൈസ് നമ്മൾ.
ഗൈസ് അവിടെ നിന്ന് പാലമൊക്കെ കാണാം ഗൈസ്. അവിടുത്തെ പാലമൊക്കെ കാണാം ഇവിടെ നിന്ന്. ഏകദേശം ഇരുട്ടിയൊക്കെ നല്ല ഇരുട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഏതായാലും ഇന്ന് തന്നെ തിരിച്ച് പോകണം ഗൈസ്. നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും വണ്ടി ഇവിടെ തന്നെ വെക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ആ വീട്ടിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ആ വീട്ടിൻ്റെ അകത്താണ് നമ്മുടെ ഇതൊക്കെ ഉള്ളത് ഗൈസ്. ഓക്കെ, സാധനമൊക്കെ ഇരിപ്പുണ്ട്. ഏതായാലും ഞാൻ എടുത്തിട്ട് തരാം ഗൈസ്.